ദിലീപിൻ്റെ ഒരു ഹിറ്റ് സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ട്രാക്ക്. സ്പീഡ് എന്ന് പറയുന്ന സിനിമ അത്രമേൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സിനിമ തന്നെയാണ്. ഇപ്പോഴിതാ അതിലെ നായിക ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതും താരത്തിൻ്റെ ജീവിതവുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പലപ്പോഴായി പ്രേക്ഷകർ കേട്ടൊരു വാർത്ത തന്നെയാണത്. എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഗസാല ഷെയ്ഖ് ഖാൻ്റെ വാർത്തകൾ അധികവും ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഒരിക്കൽ സ്പീഡ് ട്രാക്കിലെ നടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മഹാരാഷ്ട്രയിൽ ജനിച്ച താരം പിന്നീട് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഗസാലയായി മാറി. ഗസാല മുംബൈയിലാണ് ജനിച്ചത്. ഗസാല എന്നായിരുന്നു യഥാർത്ഥ പേര്. പ്രേക്ഷകർ ഏറ്റെടുത്തതും ആ പേര് തന്നെയായിരുന്നു. അത് പിന്നീട് എപ്പോഴോ മലയാളികൾ തന്നെ ഗജാലയാക്കി. പിതാവിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലം അവർക്ക് വയറ്റിലുണ്ടായിരുന്നു. പഠനകാലത്ത് തന്നെ മോഡലിങ്ങിൽ സജീവമായിരുന്ന ഗസാലയെ സിനിമാക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അക്കാലത്ത് മറ്റൊരു നടിക്കുമില്ലാത്ത മുഖകാന്തിയാണ് ഗസാലയെ തുണച്ചത്. പല ഭാഷകളിൽ നിന്ന് ഓഫറുകൾ വന്നെങ്കിലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ഗസാല ഒഴിഞ്ഞുമാറി. സിനിമയും അഭിനയവുമെല്ലാം ഇഷ്ടമാണെങ്കിലും ഒന്നിനോടും അമിതമായ പ്രതിപത്തിയുള്ള കൂട്ടത്തിലായിരുന്നില്ല ഗസാല. മാതൃരാജ്യത്ത് മടങ്ങിയെത്തിയ ഘട്ടത്തിൽ വന്ന ഒരു തെലുങ്ക് സിനിമ ഓഫർ സ്വീകരിച്ച് പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് പോയി. ജൂനിയർ NTRനോടൊപ്പം അഭിനയിച്ച് സ്റ്റുഡൻറ് നമ്പർ 1 മെഗാ ഹിറ്റായതോടെ ഗസാല മുൻനിര നായികമാരിൽ ഒരാളായി മാറി. ഒരു പാർട്ടിയിൽ വെച്ച് പരിചയപ്പെട്ട ഫോട്ടോഗ്രാഫറും ടെലിവിഷൻ താരവുമായ ഫൈസൽ റാസ ഖാനുമായി ഗസാല സൗഹൃദത്തിലാവുകയും അദ്ദേഹത്തെ നന്നായി മനസ്സിലാക്കിയപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നത് നന്നായിരിക്കുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. എന്നും സ്വന്തം തിരിച്ചറിവുകൾക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള ഗസാല 2016 ഫൈസൽ ഖാനെ വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഇതിനിടയിൽ എപ്പോഴോ ഗസാലയെ സംബന്ധിക്കുന്ന ഒരു വാർത്ത മാധ്യമങ്ങളിൽ പരന്നു. ഇനിയും വ്യക്തമല്ലാത്ത ഏതോ കാരണത്തിൻ്റെ പേരിൽ അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നായിരുന്നു ഇതിൻ്റെ പേരിൽ വന്നത്. അത് പ്രചരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും വന്നു. സിനിമാ രംഗത്ത് നിന്നുണ്ടായ തിക്താനുഭവങ്ങളും ഒരു പ്രമുഖ നടൻ്റെ നിരന്തരമായ ശല്യവും ഭീഷണിയുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് തന്നെ പറഞ്ഞു. ഇത് പലതരം ചർച്ചകൾക്ക് വഴിവെച്ചപ്പോൾ അവർ നേരിട്ട് വന്ന കാരണങ്ങൾ വിശദീകരിച്ചു. ഏകാന്തതയും വിഷാദവും മൂലം താൻ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഗസാല പറഞ്ഞത്. എന്തുകൊണ്ടാണ് വിഷാദം, എന്തിനെന്നുള്ള മറുപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു മുംബൈ സ്വദേശിനിയായ സുഹൃത്തിനോടൊപ്പം താമസമായിരുന്നു ഹൈദരാബാദിൽ. അവിടെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയതാണ് താരം. ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. ഒരു ദിവസം ഇരുണ്ട് വെളുത്തപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഗസാലയുടെ ആത്മഹത്യാ ശ്രമം പുറത്തായി. കണക്കിലേറെ ഉറക്കഗുളികൾ കഴിച്ചാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആ സമയത്ത് സുഹൃത്ത് സുൽത്താന ഒപ്പമുണ്ടായിരുന്നു. പുറത്തു കറങ്ങാൻ പോയ സുഹൃത്തുക്കൾ ഒരു മുറിയിലാണ് താമസിച്ചിരുന്നത്. അത്താഴം കഴിഞ്ഞ് പതിവ് പോലെ ഉറങ്ങാനായി ഒരേ റൂമിലേക്ക് പോയപ്പോൾ കൂട്ടുകാരികളിൽ ഒരാൾ മറ്റേയാൾ അറിയാതെ എങ്ങനെയോ ആത്മഹത്യാശ്രമം നടത്തിയെന്ന ചോദ്യം ഉയർന്നെങ്കിലും ഗസാല ഉറക്കഗുളികൾ കഴിക്കുന്ന സമയത്ത് സുൽത്താന ബാത്റൂമിലായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. കുളി കഴിഞ്ഞ് തിരിച്ചെത്തിയ സുൽത്താന ബെഡിൽ മയങ്ങിക്കിടന്ന ഗസാല ചില അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായി കണ്ടെത്തി. കുലിക്ക് വിളിച്ചപ്പോൾ അവർ അബോധാവസ്ഥയിലാണെന്നും സുൽത്താന തിരിച്ചറിഞ്ഞു. എന്താണ് കാര്യമെന്ന് അപ്പോഴും കൂട്ടുകാരിക്ക് മനസ്സിലായില്ല. അവർ ഗസാലയുടെ സഹോദരനെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു. അയാൾ അപ്പോൾ തൻ്റെ സുഹൃത്തിനെ അറിയിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.